നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക് എടുത്ത് കഴിയുന്നതും 20 മീറ്ററിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. അതായത് അടുത്തുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെസ്റ്റിനായിട്ട് ദൂരെയുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു ഹാർഡ് ബ്ലിങ്ക് കൊടുക്കണം. ഈ ഹാർഡ് ബ്ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമണിയുടെ മേളിലുള്ള ഒരു ലെയർ ഫാറ്റ് വരും. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓയിൽ പോലത്തെ ഒരു ലെയർ ഉണ്ട്. അത് നമ്മുടെ കണ്ണുനീരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ണുനീര് വറ്റിപ്പോവാൻ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ആഞ്ഞ് ചിമ്മി കഴിയുമ്പോൾ നമ്മുടെ കണ്ണുനീരും ശരിക്കും സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കൊഴുപ്പ് അല്ലെങ്കിൽ ഓയിലി ഒരു ലെയർ അതിന് മേളിൽ ഫോം ചെയ്യാൻ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം നമ്മുടെ പൊസിഷനാണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും എല്ലാം വെക്കേണ്ടത് നമ്മുടെ നേരെ ഇരിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. കഴിയുന്നതും ഒരു സൈഡിലേക്ക് തിരിയാണ്ട് വേണം ഇരിക്കാൻ. നമ്മൾ നേരെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ നടു നേരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൂടുതൽ നേരം ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും നേരെയുള്ള വ്യൂ ആണ് ആവശ്യം. സ്ക്രീൻ വരുന്നത് നമ്മുടെ ഐ ലെവലിന്റെ തൊട്ട് താഴെ ആയിരിക്കും. അതായത് നമ്മുടെ ആ സ്ക്രീനിലേക്ക് കുറച്ച് താഴേക്ക് നോക്കുന്ന രീതിയിൽ താഴേക്ക് ആംഗിൾ ചെയ്യുന്ന രീതിയിലാണ് ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ. അതേസമയം നമ്മുടെ കഴുത്ത് അധികം താഴ്ത്തരുത്. കഴുത്ത് നേരെ വെച്ച് കണ്ണ് താഴേക്ക് നോക്കുന്ന രീതിയിൽ നമ്മൾ സ്ക്രീൻ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. ഇനി പലപ്പോഴും 40 വയസ്സ് മേളിലുള്ളവർക്ക് നമുക്ക് കണ്ണട വെക്കേണ്ടി വരും വായിക്കാനായിട്ട്. വെള്ളെഴുത്തിന്റെ കണ്ണാടി അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ എന്നാണ് അതിന് പറയുന്നത്. ഇത് നമുക്ക് റീഡിങ്ങിന് ആവശ്യമുള്ള കണ്ണാടിയായിരിക്കും. അപ്പോൾ ഈ റീഡിങ്ങിന് ആവശ്യമുള്ള കണ്ണാടി വെക്കുമ്പോഴും പലപ്പോഴും ഈ കണ്ണാടിയുടെ താഴത്തെ ഭാഗത്തായിരിക്കും നമുക്ക് റീഡിങ്ങിന്റെ പവർ വരുന്നത്. ആ റീഡിങ്ങിന്റെ പവർ താഴത്തെ ഭാഗത്തായതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ക്രീൻ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ക്രീൻ നമ്മുടെ ഐ ലെവലിന്റെ തൊട്ട് താഴെ വന്നിട്ട് തല നേരെ വെക്കുകയും താഴേക്ക് നോക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കണ്ണാടിയുടെ മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുക. അപ്പം നടു നേരെ ഇരിക്കണം, കഴുത്ത് കഴിയുന്നത് നേരെ തന്നെ വെക്കുക. അതിൻ്റെ കൂടെ ഒരു സ്ലൈറ്റ് ആയിട്ട് ആംഗിൾ ചെയ്ത് താഴേക്ക് നോക്കുന്ന രീതിയിൽ നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്യുക. ഈ പൊസിഷൻ ആയിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കൂടുതൽ നേരം നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കാൻ നല്ലത്. ഫോൺ ഉപയോഗിക്കുന്നതും കഴിയുന്നതും കൂടുതൽ നേരം ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ നേരം കാണേണ്ട സമയത്ത് ഒരു സ്റ്റാൻഡിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ നേരം താഴേക്ക് ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മുടെ കഴുത്തിന് വേദന വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കണ്ണിനും സ്ട്രെയിൻ കൂടുതലായിരിക്കും. ഈ ഡിസ്റ്റൻസ് വളരെ അടുത്താണ്. നമ്മൾ ഒരു ടേബിളിൽ ഒരു സ്റ്റാൻഡിന്റെ മേളിൽ വെച്ച് വേണം ഫോണും ടാബ്ലറ്റ്സും ഉപയോഗിക്കാം. അതാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും സ്ട്രെയിൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നതും ടാബ്ലറ്റ്സും കമ്പ്യൂട്ടേഴ്സും കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് പുകച്ചില്, വെള്ളം വരവ്, തലവേദന അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ ഒഫ്തൽമോളജിസ്റ്റിനെ കാണിച്ച് ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ചിലവർക്ക് അതിൻ്റെ ഡ്രൈനസിൻ്റെ അല്ലെങ്കിൽ വരൾച്ചയുടെ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. ചിലവർക്ക് കണ്ണാടി ആയിരിക്കും ആവശ്യം. ചിലവർക്ക് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം.